Get ready with me because എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഐ ആം അൺഎംപ്ലോയിഡ്. ഐ ആം ഒരു തൊഴിൽ രഹിത. എന്നെ എല്ലാ ആംഗിളിൽ നോക്കിയാലൊരു ഹൻസിക കൃഷ്ണയുടെ കട്ടുള്ളത് കൊണ്ട് ഐ തോട്ട് മറ്റേ പാട്ടിലെ തോമൂഹേ തോമൂഹേ അതിൻ്റെ ഒരു എഡിറ്റ് ഉണ്ടാക്കാമെന്ന്. എൻ്റെ റൂമിനെ എൻ്റെ അമ്മ വിശേഷിപ്പിക്കുന്നത് ഒരു ഈ വീട്ടിൽ ഏറ്റവും വൃത്തികെട്ട റൂമാണ്. വൃത്തികെട്ട റൂം മീൻസ് ഇപ്പോൾ അവിടെ ബ്ലറിൽ കാണാൻ പറ്റണില്ലേ ഒരു സാധനം ഇവിടെ 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 കാണുന്നില്ലേ അത് അങ്ങനെ പല പല സ്ഥലത്തായിട്ട് ഈ പട്ടിയുടെ മേത്ത് പാച്ചുള്ള പോലെ ഈ റൂമിൽ പല 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 കോർണറിലായിട്ട് ഞാൻ ഓരോന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒന്നും കംപ്ലീറ്റ് അല്ല, ഒക്കെ ഇൻകംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് ഒരു പട്ടിയുടെ മേത്ത പാച്ച് കാണാൻ നല്ല രസമാണ്. എൻ്റെ ഇതിൽ ഒരു വട്ടച്ചോറ് പിടിച്ച പോലെയാണ് എൻ്റെ റൂം മൊത്തത്തിലിരിക്കുന്നത്. അതുകൊണ്ട് എന്താ അത് കാണാനും വേനയില്ല. ഒരു സമയത്ത് ഐ വാസ് വെരി ഇൻസെക്യൂർ അബൌട്ട് ഹൗ ഐ ലുക്ക്. കാരണം എല്ലാവരും എന്നെ കാണുമ്പോൾ ആദ്യം ചോദിക്കുക എന്തെങ്കിലും അസുഖമുണ്ടോ, അങ്ങനെയല്ല അങ്ങനെയല്ല മീൻസ് ഭയങ്കരമായിട്ട് എനിക്ക് മറ്റേ കഷണ്ടി ഉണ്ടല്ലോ. കാരണം എനിക്ക് പണ്ട് നല്ലോണം മുടി ഉണ്ടായിരുന്നതാണ്. എന്നിട്ട് പിന്നെ അത് പോയപ്പോൾ എല്ലാവരും അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ പേരുടെ അടുത്തൊന്നും അങ്ങനെ അധികം സംസാരിക്കാനൊന്നും നിൽക്കൂലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വല്ല കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ളവരായിക്കോട്ടെ ആരായാലും എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അവരിങ്ങനെ സംസാരിച്ച് പതിയെ മുകളിലേക്ക് എൻ്റെ തലയിലേക്കാൻ നോക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാവരോടൊന്നും മിണ്ടൂലായിരുന്നു. ഞാൻ എന്തിനപ്പോൾ പറഞ്ഞേ വെറുതെ. പിന്നെ അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ എന്നുള്ളൊരു വാക്കിന് ഒരു രൂപം ഉണ്ടാവുമല്ലോ. അങ്ങനെ എൻ്റെയൊക്കെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര തിൻ, ഭയങ്കര സ്ലിം, ഭയങ്കര അതും ബ്യൂട്ടിഫുള്ളാണ്, എല്ലാം ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ ആ ബ്യൂട്ടിഫുൾ ആണെന്നുള്ള ബോധം വന്നത് കുറച്ച് നാൾ ഒരു 1.5 കൊല്ലം മുന്നൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. എനിക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പായിരുന്നു. അപ്പോൾ എൻ്റെ തെറപ്പിസ്റ്റാണ്. ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു സെഷനിൽ പോയപ്പോൾ പുള്ളിക്കാരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഹാവ് യു എവർ സീൻ യുവർ സെൽഫ് ഇൻ സാരി. അപ്പോൾ ഞാൻ ഇല്ല അങ്ങനെ പറഞ്ഞപ്പോൾ യു ഷുഡ് വെയർ ഇറ്റ്, അമ്മേനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അമ്മേനോട് ഡ്രൈപ്പ് ചെയ്ത് തരാൻ പറ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം നിനക്ക് ഭയങ്കര പ്രൗഡാവും അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ അമ്മേനോട് പറഞ്ഞില്ല, നമുക്കതൊക്കെ ചോദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ഞാൻ ഒറ്റയ്ക്ക് യൂട്യൂബൊക്കെ നോക്കി എടുത്തു. പക്ഷേ മൂഞ്ചി ആ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എനിക്ക് അന്ന് അത് ശരിക്കും ഒട്ടും പെർഫെക്റ്റ് അല്ല, പക്ഷേ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ പിന്നെ ഞാൻ ഒരു പെർഫെക്റ്റ് ദേസി ഗേൾ എന്ന് വെച്ചാൽ എനിക്ക് സാരി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓണത്തിന് ഇത്തവണ സാരി എടുക്കണം. അതും രണ്ട് ടു ഗെറ്റ് റെഡി വിത്ത് മീ കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് എൻ്റെ സാരി, ഒന്ന് അമ്പുമ്മയുടെ സാരി. എൻ്റെ സാരി അല്ല, ഒന്ന് അമ്മയുടെ സാരി, ഒന്ന് അമ്പുമ്മയുടെ സാരി. എന്തിനാണ് ഞാനിവിടെ പറഞ്ഞത്? വെറുതെ ബ്ലഷ് ഇടുക. Yeah, that's my get ready with me.